സിറിയയെ ചൈന ആക്രമിക്കുമോ? ആക്രമിക്കും. എന്തിന്? ഞെട്ടണ്ട, നമ്മൾ ഇത് പറയുമ്പോൾ രാവിലെ ഓരോ തള്ള് എന്ന് പറഞ്ഞു വരും. അത് നിങ്ങൾ ഈ പ്രേക്ഷകരോടാണ് ക്ഷമിക്കണം കേട്ടോ പറയുന്നത്. ഈ അന്താരാഷ്ട്ര വാർത്തകൾ സാഗൂതം ശ്രദ്ധിച്ചാലേ പുതിയ ഡെവലപ്മെൻറ്റ്സ് അറിയാവുള്ളൂ. ചൈനയിൽ ഒരു ചില പ്രദേശങ്ങളിൽ, അതായത് സിൻജിയാങ് എന്ന് പറഞ്ഞ പ്രവിശ്യ കുപ്രസിദ്ധമാണ്. സിൻജിയാങ് പ്രവിശ്യയിലാണ് മുസ്ലിങ്ങളുള്ളത്, ഉയ്ഗൂർ മുസ്ലിംസ് അല്ലേ, കേട്ടിട്ടില്ലേ? ഉയ്ഗൂർ മുസ്ലിംസിനെ ഓടിച്ചിട്ടടിക്കുകയാണ് ചൈനക്കാർ. അവരുടെ പള്ളിയൊക്കെ പൊളിക്കുന്നു, മസ്ജിദ് പൊളിക്കുന്നു, കണ്ടാടി അടി വെടി, ഒരു തരത്തിലും അവരെ അനങ്ങാൻ സമ്മതിക്കുന്നില്ല. ഖുറാനും ഒക്കെ ആയിട്ട് അവിടെ ചെന്നാൽ അവർ കത്തിച്ചു കളയും. അപ്പോൾ ചൈനയിൽ അതിഭീകരമായ മുസ്ലിം പീഡനം ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിൻജിയാങ് പ്രവിശ്യയിൽ. ഉയ്ഗൂർ ഒന്ന് കേട്ടാൽ ചൈനയ്ക്ക് കലിയാണ്. അപ്പോൾ ഉയ്ഗൂർ ആർമി, ലിബറേഷൻ ആർമി എന്നൊക്കെ പറയുന്ന സംഘടന, അതിൻ്റെ ഒരു സംഘടനയുടെ പേര് തർക്കിസ്ഥാൻ, ഈസ്റ്റേൺ തർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ്. അവർക്കൊരു കിഴക്കൻ തർക്കിസ്ഥാൻ ഉണ്ടാക്കണം. ഇതാണ് ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടി ഈസ്റ്റേൺ തർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്നൊരു സംഘടനയുണ്ട്, ETIM എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് നമ്മൾ ഇന്ത്യയിലെ മുസ്ലിം പീഡനം എന്ന് പറയുന്നുണ്ട്, പലസ്തീനിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു, ഗസയിൽ കൊല്ലുന്നു, ഗർഭിണികൾ, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് നിലവിളി, ഇതൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഉയ്ഗൂറിൽ ചൈന മുസ്ലിങ്ങളെ അരച്ചോണ്ടിരിക്കുക, അനങ്ങാൻ സംഭവിക്കുന്നില്ല. അവർക്ക് മനുഷ്യാവകാശങ്ങളില്ല, വെള്ളമില്ല, വൈദ്യുതിയില്ല, ഒന്നുമില്ല. വീട് പൊളിക്കുന്നു, മോസ്ക് പൊളിക്കുന്നു, ഖുറാൻ പുറത്ത് കാണിച്ചാൽ പിടിച്ച് ജയിലിലിടുന്നു. അത്തരം വലിയ ഭീകരത നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുന്ന് ഇവിടെ ഉയ്ഗൂറിൻ്റെ കുറേ നേതാക്കന്മാർ രാജ്യം വിട്ട് ETIM എന്ന് പറഞ്ഞ ഭീകര സംഘടന അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണ്. സിറിയയിലുണ്ട്, ലെബനോണിലുണ്ട്, അതായത് ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ഭീകര സംഘടന ETIM-ന് ബ്രാഞ്ചുകളുണ്ട്. ഇപ്പം നമ്മളിപ്പം ഈ ലോകത്തെമ്പാടും ഇസ്ലാമിക ഭീകരന്മാരെ, ഇപ്പം നമ്മൾ കേരളത്തിൽ ഈ കൊച്ചിയിൽ വരെ നമ്മൾ പാലസ്തീൻ അനുകൂലമായി ഈ തൊപ്പിയൊക്കെ വെച്ച ചില ആളുകൾ ചോര തരാം, നീര് തരാം, പാലസ്തീൻ മക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ജാഥയൊക്കെ നടത്തി. ഉയ്ഗൂറിലുള്ളത് മുസ്ലിങ്ങളല്ലേ, ഒന്നും മിണ്ടത്തില്ല. അവർക്ക് വേണ്ടി സഖാവ് സ്വരാജ് മിണ്ടുന്നില്ല, SFI ഇന്തിഫാദ നടത്തുന്നില്ല. കാരണം അത് കമ്മ്യൂണിസ്റ്റ് ചൈന, ചങ്കില ചൈനയാണ്. ചങ്കില ചൈന മുസ്ലിമിനെ കൊന്ന നിങ്ങൾക്കെന്താ, ഒരു പ്രശ്നം മിണ്ടാൻ പാടില്ല. അപ്പോൾ അതാണ് നിലപാട്. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞു പോകുന്നത് സിൻജിയാങ് പ്രവിശ്യയിലെ ETIM അവിടെയുണ്ട്. അതായത് പേരോടത്തോളം കേട്ടിട്ടില്ലാത്തൊരു തീവ്രവാദി സംഘടനയാണ് ഈസ്റ്റേൺ തർക്കിസ്ഥാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റ്. അതിന് ലോകത്തെ എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും മൂവ്മെൻറ്റ് ഉണ്ട്. ഇനി കേരളത്തിലുണ്ടോയെന്നറിയില്ല, ഇന്നല്ല ഇന്ത്യയിലുണ്ടോ എന്ന് പറയുന്നതിൽ എളുപ്പം കേരളത്തിൽ. കാരണം അവിടെ ഈ അസറുള്ള ATF എന്ന് പറയുന്ന ഈ ബംഗ്ലാദേശ് ഭീകരനെ പിടിച്ചുകൊണ്ട് പോയത് എവിടെ നിന്നാണ്? കോഴിക്കോട്, കാസർഗോഡ് പടന്നേന്നാണ്. ആസാം പോലീസ് ഒന്ന് പൊക്കിക്കൊണ്ട് പോയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. മലയാള പത്രങ്ങളൊന്നും പറഞ്ഞില്ല, കേരള പോലീസ് ഒന്നും പറഞ്ഞില്ല. അവർ ഒന്ന് പിടിച്ച് പൊക്കി എടുത്തുകൊണ്ട് പോയി. UP പോലീസായിരുന്ന ഒരു ഡെഡ് ബോഡി കിട്ടിയത്. ഏതായാലും പോട്ടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കും. ഇപ്പം നമ്മൾ സിറിയ ഭരിക്കുന്ന ആരാ? ജോലാനിയുടെ പാർട്ടിയുടെ പേരെന്താ? HST, ഹയാത്ത് തഹ്രീർ അൽ-ഷാം. അവരാണല്ലോ. അവരിപ്പോൾ അവരുടെ സർക്കാർ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ സൈന്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സൈന്യത്തിലെടുത്തിട്ട് അവരുടെ രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലെബനോണിൽ ഹിസ്ബുള്ള ഉള്ളതുപോലെ ഈ സിറിയയിൽ HTS അവരുടെ രാജ്യത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അവരുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് രാജ്യങ്ങളിലെ വിമോചന പോരാളികൾ, ഇസ്ലാം സംഘടനകളെ അവരെ വിളിക്കും വിമോചന പോരാളികൾ. ഇപ്പോൾ ചൈനയിൽ നിന്ന് സിൻജിയാങ്, ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ മേഖലയായ സിൻജിയാങ്ങിന് സ്വാതന്ത്ര്യം ചൈനയിൽ നിന്ന് വേണം. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഉയ്ഗൂർ രാജ്യം, ഉയ്ഗൂർ ഖലീഫേറ്റ് ഉണ്ടാക്കണം. ഇതാണ് ഇവന്മാരുടെ ആഗ്രഹം. ഉണ്ട കെറ്റി അവന്മാർ കൊല്ലും. ഉണ്ട കെറ്റിയല്ല, ചൈനയുടെ പാരമ്പര്യം എന്താണ്? ചൈനയിൽ പോയിട്ട് ടിയാനൻമെൻ സ്ക്വയറിൽ എന്താ ജനാധിപത്യവാദികൾ ഇൻകുലാബ് സിന്ദാബാദ് എന്നൊക്കെ പറഞ്ഞിട്ട് നെഞ്ചും വിരിച്ച് സമരം ചെയ്ത് അവരെന്തോ ഇത് പാറ്റൻ ടാങ്ക് കെറ്റി അങ്ങ് അരച്ചു. സഖാക്കന്മാർ വേണ്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഒരു ചിത്രമുണ്ട്. ടാങ്ക് വരുമ്പോൾ അതിൻ്റെ മുന്നിൽ ചങ്കൂറ്റത്തോടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന ചിത്രം ഇൻ്റർനെറ്റ് കിട്ടും. ചൈനയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഐതിഹാസികമായ ഒരു അടയാളമാണ് ആ ചിത്രം. അപ്പോൾ അങ്ങനെയുള്ള ചൈനയിൽ ഒരു സിൻജിയാങ് പ്രവിശ്യയ്ക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത് സ്വതന്ത്ര മുസ്ലാമിക ഖലീഫേറ്റ് ആക്കണമെന്ന് പറയുന്നവരാണ് ETIM-കാർ. അപ്പോൾ STS ഇപ്പോൾ എന്ത് ചെയ്തു? സർക്കാരിലൊക്കെ ഓരോ പദവി കൊടുത്തുകൊണ്ടിരിക്കുക. പട്ടാളത്തിൽ വിവിധ തീവ്രവാദ സംഘടനകളുടെ ആളുകൾക്ക് ജനറൽ റാങ്കുകൾ കൊടുക്കാൻ തീരുമാനിച്ചു, വലിയ സൈനിക ബഹുമതി. അങ്ങനെ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇപ്പോൾ കൊടുക്കുന്നത് HTS കൊടുത്തിരിക്കുന്നത്
ജോർദാനിൽ നിന്നുള്ള മുസ്ലിം തീവ്രവാദി സംഘടനകൾക്ക് മിലിറ്ററി റാങ്ക് കൊടുത്ത് അവരുടെ പട്ടാളത്തിൽ പൊസിഷൻ കൊടുത്തു. ടർക്കിയിൽ നിന്നുള്ളവർക്ക് കൊടുത്തു. അക്കൂട്ടത്തിൽ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ചൈനയെ വിഘടിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ETIM-ലെ ഏതാനും പേർ കൂടെ മിലിറ്ററി റാങ്ക് കൊടുത്ത് സൈന്യത്തിലെടുത്തു. ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ചൈന പറഞ്ഞു, ഇത് ഞങ്ങളുടെ കാര്യത്തിലുള്ള ഇടപെടലാണ്, ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ വരുന്നില്ല, മര്യാദയ്ക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞില്ല, മര്യാദയ്ക്ക് നിൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാം. ഇത് പറഞ്ഞിരിക്കുന്ന ഐക്യരാഷ്ട്രസഭയിൽ UN രക്ഷാസമിതിയിൽ ചൈനയുടെ സ്ഥിരം പ്രതിനിധിയുണ്ട്. ഫ്യൂ കോങ് എന്നാണ് പേര്. ഫ്യൂ കോങ് പറഞ്ഞു, കാണിച്ചിരിക്കുന്ന മര്യാദകേടാണ്. ഞങ്ങളുടെ രാജ്യത്ത്, ചൈന എന്ന് പറയുന്ന പരമാധികാര രാജ്യത്ത്, ജനകീയ റിപ്പബ്ലിക്കിൽ വിഭജനമുണ്ടാക്കി അവിടെ വേറൊരു ഇസ്ലാമിക രാജ്യമുണ്ടാക്കണം, സിൻജിയാങ് പ്രവിശ്യ മാറിപ്പോകണമെന്ന് ആവശ്യപ്പെടുന്നവരെ സിറിയ അവരുടെ പട്ടാളത്തിൽ ഉന്നത പദവി കൊടുത്താൽ എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, മര്യാദയ്ക്ക് മാറ്റിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ HTS കേൾക്കുമോ? എന്തോ ജീവഭയം ഉണ്ടാവില്ലേ? കേട്ടില്ലെങ്കിലോ? കേട്ടില്ലെങ്കിൽ ചൈന എന്നൊരു മിസൈൽ അങ്ങോട്ട് പോവാം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ചൈന ചില കാര്യങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല. ആനയെ വന്ന് ഒരു കൊതു കടിച്ചാൽ എന്തറിയുന്ന വെക്കും. പക്ഷേ ഇതൊരു ഇൻസൾട്ടാണ്. കാരണം ചൈനയുടെ ഒരു പ്രവിശ്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് പറയുന്ന ETIM സിറിയ പ്രവർത്തിക്കുന്നുണ്ട്. ETIM-ൻ്റെ ഒരുത്തനെ പിടിച്ച് സിറിയയുടെ ആർമിയിലെ പ്രധാനപ്പെട്ട ഒരു ജനറൽ പോസ്റ്റിലേക്ക് ഉയർത്തിയാൽ അത് ആർക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇറ്റ്സ് ആൻ ഇൻസൾട്ട്. ചൈനയുടെ കവളത്തടിക്കുന്ന പോലെയാണ്. ചൈനയുടെ കവളത്തടിച്ച ചൈന ചിലപ്പോൾ തിരിച്ചൊന്ന് അടിക്കാനെങ്കിലും നോക്കും. അതെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സിറിയയിലേക്ക് വരുന്നത് ആരുടെയൊക്കെ മിസൈൽ വരുന്നുണ്ട്? ഇസ്രായേലിൻ്റെ മിസൈൽ വരുന്നുണ്ട്, അമേരിക്കയുടെ ബോംബർ വരുന്നുണ്ട്, റഷ്യയുടെ ബോംബർ വിമാനം വരുന്നുണ്ട്, ഇടയ്ക്ക് ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ ബോംബ് വീണ് ഒരു പൊറുതിയില്ലാതിരിക്കുന്ന രാജ്യമാണ് സിറിയ. അവിടേക്ക് ചൈനയുടെ മിസൈലുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ ലോകത്ത് എനിക്ക് മനസ്സിലാവുന്നില്ല, HTS എന്ന് പറയുന്നത് അൽ ഖ്വയ്ദയുടെ ഒരു പുതിയ രൂപമാണ്, അവരുടെ പേരുമാറ്റിയ രൂപമാണ്. HTS എന്ന് പറയുന്ന ഗൊലാനിയുടെ സംഘടന, തീവ്രവാദ ഗ്രൂപ്പ്, അവരാണല്ലോ ഇപ്പോൾ അസദിനെ പുറത്താക്കിയിട്ട് സിറിയ ഭരിക്കുന്നത്. അവർ ഒരു സ്വതന്ത്ര സംഘടനയാണ്. അവർക്ക് ഇസ്രായേലിൻ്റെ പിന്തുണയുണ്ടായിരുന്നു, അമേരിക്കയുടെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ പോലും അവർ അൽ ഖ്വയ്ദ ആണ് എന്നൊരു ആക്ഷേപമുണ്ട്. പക്ഷെ അവർ പറയുന്ന പണ്ട് ഞങ്ങൾക്ക് അൽ ഖ്വയ്ദ ബന്ധം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞങ്ങൾക്കില്ല, അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നന്മയാണ്. പിന്നെ അവർക്ക് ഡമാസ്കസും ഭാവം മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ. സിറിയയുടെ പകുതിയും മുക്കാലും ആരും കൊണ്ടുപോയി? ഇല്ല, ഇസ്രായേലും കൊണ്ടുപോയി. പിന്നെ കുറേ ഭാഗം മറ്റേ കുർദുകളുടെ കയ്യിലാണ്. കുർദ് അമേരിക്കൻ പക്ഷപാതികളാണ്. അപ്പോൾ 4ആയിട്ട് വിഭജിച്ച് കിടക്കുകയാണ് സിറിയ. അപ്പോൾ ദമാസ്കസ് മാത്രമേ ഉള്ളൂ ഈ HTS-ൻ്റെ പക്കലുള്ളൂ. അപ്പോൾ അവരൊരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയല്ല എന്നൊക്കെ പൊതുവെ കരുതപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ചൈനയിലെയും ജോർദാനിലെയും തുർക്കിയിലെയും ഭീകരവാദ സംഘടനകൾക്ക് സ്വന്തം പട്ടാളത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു പദവിയൊക്കെ കൊടുത്തിട്ട് ഒരു പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേക ഒരു ആദരവ് കൊടുത്ത മനസ്സിലാക്കാം. ഈ തീവ്രവാദി സംഘടനകളെ സൈന്യത്തിലേക്ക് എടുക്കുന്നത് ഇവരെ തീവ്രവാദികളാണ്, ഈ മറ്റവരെ കൂട്ടുന്നു, എന്നിട്ട് ഇവർക്ക് ജനറൽമാർ പോലെയുള്ള റാങ്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സുഖമുള്ള പരിപാടിയല്ല. കാരണം ഇവർ കുറച്ചൊക്കെ മയപ്പെട്ട ആളുകളാണ് എന്നൊക്കെ കരുതുന്നവർക്ക് ഒരു നെറ്റി ചുടിയുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ചൈന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിറിയയിലെ ഭീകരവാദികൾ, അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, സിറിയയിലെ ഇപ്പോഴത്തെ ഭീകരവാദികളായ ഭരണകൂടം HTS അങ്ങനെ പറയാൻ കാരണമുണ്ട്. HTS-നെ ചൈന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരെ ബാക്ക് ചെയ്യുന്ന ആരാണ്? അമേരിക്കയാണ്. അമേരിക്കയും ഇസ്രയേലും സപ്പോർട്ട് ചെയ്യുന്നവരാണ് HTS എന്ന് പറയപ്പെടുന്നതുകൊണ്ട് ചൈനയ്ക്ക് ഇവരെ ഇഷ്ടമല്ല. അവിടുത്തെ സിറിയ സർക്കാരിനെ അവർ വിളിക്കുന്ന ഭീകരവാദികളുടെ സർക്കാർ. അപ്പോൾ തന്നെ ചൈനയുടെ ആറ്റിറ്റ്യൂഡ് വ്യക്തമാണ്. ഭീകരവാദികളായ സർക്കാർ വിദേശ രാജ്യങ്ങൾക്കെതിരെ സ്വന്തം മണ്ണ് ഉപയോഗിക്കുന്നത് അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നിങ്ങളുടെ മണ്ണിൽ പ്രവർത്തിക്കാൻ നിങ്ങൾ അനുവദിക്കുകയാണ്. അത് കുറേ കാലമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കൂടാതെ അത് തടയുകയാണ് വേണ്ടത്. പക്ഷേ അതിനും പകരം ഇപ്പോൾ നിങ്ങൾ അവരെ പട്ടാളത്തിലെ പ്രധാനപ്പെട്ട ആളാക്കിയാൽ ഞങ്ങൾക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ സൈന്യത്തിലെ പ്രമാണിമാരായാൽ അത് ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി അത് റദ്ദാക്കണം. ഇല്ലെങ്കിൽ ചൈന എന്തു ചെയ്യുമെന്ന് നിങ്ങൾ അനുഭവിച്ചറിയും എന്നാണ് ഇപ്പോൾ
ഭീഷണി വന്നിരിക്കുന്നത്. ഈ ഭീഷണി മിസൈൽ രൂപത്തിൽ വരുമോ, എയർ അറ്റാക്കായിട്ട് വരുമോ എന്നുള്ളത്, അതല്ല നയതന്ത്ര ഉപരോധമോ നയതന്ത്ര പ്രതികളെ പിൻവലിക്കലോ അതല്ലെങ്കിൽ ഉപരോധം പോലെയുള്ളതാണോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു ഒരു വാണിംഗ് ആണ്. ചൈന വേറൊരു രാജ്യത്തിനെതിരെ ഇങ്ങനത്തെ ഒരു വാണിംഗ് കൊടുക്കുന്ന ആദ്യമാണ്. ഞങ്ങൾ നിങ്ങളെ ശരിയാക്കി കളയും, ഇത് ഞങ്ങൾക്കെതിരെ ഇൻസൾട്ടാണെന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ ഇന്ന് ചൈന പറയുന്നു ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യലാണ്, ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്, നിങ്ങൾ ഞങ്ങളുടെ വിമതന്മാരെ സൈന്യത്തിലെ ഉന്നത പദവിയിലെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സിറിയ അത് കെട്ടില്ലെങ്കിൽ ചൈന ഈ പറഞ്ഞ പ്രസ്താവനയ്ക്ക് എന്ത് വില? കടലാസ് വിലയാണ്. ഇപ്പോൾ ഈ ആസദ് ഭരണകൂടം കുറേ പൈസയൊക്കെ ആയിട്ട് പോയിട്ട് സിറിയ സാമ്പത്തികമായിട്ട് മൊത്തം തകർന്നു നിൽക്കുകയാണ്. എന്നിട്ട് HTS അവിടെ വരികയും ചെയ്തു. ആകെ അവരൊന്ന് മെച്ചപ്പെട്ട് വരണം, ഞങ്ങളെല്ലാവരും സഹായിക്കണം എന്നൊക്കെ രാജ്യങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചൈനയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യം തന്നെ ഇല്ലാതായില്ലേ? അതാണ് മനസ്സിലാവുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് അതാ ഇപ്പോഴും ചോദ്യമാണ്. ഇവർ തമ്മിൽ ഞങ്ങൾ പഴയ പോലെ HTS പറയുന്ന പോലെ ഞങ്ങൾക്ക് മറ്റേ ഭീകരവാദ ലക്ഷ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ ഭരിച്ചുകൊണ്ട് പോകണമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ ടർക്കി, ജോർദാൻ, ചൈനീസ്, ഉയ്ഗൂർ, മുസ്ലിങ്ങൾ, ഉയ്ഗൂർ എന്ന് പറയുന്നത് ചൈനയ്ക്ക് ദേഷ്യമാണെന്നറിയാം, ഇഷ്ടമല്ല. അപ്പോൾ ETIMൻ്റെ അവിടുത്തെ ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ആളുകളെ സൈന്യത്തിൽ ഉന്നത പദവിയിലെടുക്കാൻ എന്തുകൊണ്ട് ഈ സർക്കാർ തയ്യാറായി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഒരുപക്ഷെ ഗോലാനിക്ക് പറ്റിയ ഒരു വിവരക്കേടാവാം, അല്ലെങ്കിൽ ഒരു ഉള്ളിൽ ഇവരുടെ ഉള്ളിൽ അതുണ്ടാവാം, ആ തീവ്രവാദ പ്രസ്ഥാനത്തോടുള്ള താല്പര്യം ഉണ്ടാവാം. അതും അല്ലെങ്കിൽ അമേരിക്കയുടെ ചില താല്പര്യങ്ങൾ വല്ലതും ഉണ്ടാകുമോ? ചൈനയ്ക്കെതിരെ പൊരുതുന്ന അവർക്ക് ഒരു അംഗീകാരം സിറിയയിലങ്ങ് കൊടുക്കാം, ചൈന എന്തോ ചെയ്യുന്നത് കാണട്ടെ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ കളി ഉണ്ടാവാം. ഏതായാലും അസാധാരണമായ നടപടിയാണ്. ഹ്യൂകോങ്ങിൻ്റെ ഈ പ്രസ്താവന അതീവ ഗൗരവമുള്ളതാണ്. നമ്മൾ ഇതൊന്നും മറ്റ് മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല. അപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ സിറിയയെ ചിലപ്പോൾ ചൈന അറ്റാക്ക് ചെയ്തേക്കും എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. അത് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.